ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ. ഇച്ചായി ക്യാമറക്ക് പുറകിലുണ്ട്. ഇച്ചായുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ക്രിസ്മസ് കാര്യങ്ങളെല്ലാം ഇച്ചായുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ക്രിസ്മസിനെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ഇവിടെ കാണണം ഗൈസ്. നിങ്ങൾ പപ്പ ഒരുക്കി വെച്ച വൈകുന്നേരമാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ വൈകിട്ട് വന്നപ്പോ പപ്പ ഇവിടെ എല്ലാം ചെയ്തു വെച്ചേക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയിലാണ് പപ്പ ചെയ്ത ഇരട്ടി ഇവിടെ ഉണ്ട് പപ്പ ചെയ്തു വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ രാത്രി പള്ളിയിൽ പോയി കുർബാന കണ്ട്, പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ വന്ന് വൈനും കേക്കും അതേപോലെ എല്ലാം കഴിച്ച് ഒരു പടക്കമൊക്കെ പൊട്ടിച്ച് അതെ. ഇന്നിപ്പോ പിറ്റേ ദിവസം ഇവിടെ അമ്മച്ചിയുടെ ബിരിയാണിയും പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വിന്താലും ഉണ്ട്. അങ്ങനെ പരിപാടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഗൈസ്. അപ്പൊ അവരായിട്ട് വേണം ഞങ്ങൾ ഇനി ക്രിസ്മസ് ആഘോഷമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ആഘോഷം ഞങ്ങൾ ഓൾറെഡി തുടങ്ങി അല്ലേ. അതെ, ഈ വൈകുന്നേരം കുറച്ച് പരിപാടികളുണ്ട്. കമ്പെത്തിരി മത്താപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വൈകുന്നേരം എന്തായാലും ഉണ്ടാവും. അപ്പൊ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട്, കാരണം പപ്പയും അമ്മച്ചിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവര് 12 മണിയാകുമ്പോൾ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് എന്താണ് രാവിലത്തെ കഴിച്ചില്ല. ഞാനും മിച്ചായിയാണ് കഴിച്ചത്. അപ്പൊ എന്നാലും ബീഫും ബ്രെഡും ആയിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, പപ്പയും അമ്മച്ചിയും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളും പിന്നെ രാവിലത്തേക്ക് വേറെ ഉണ്ടാക്കി. അമ്മച്ചി തന്നെ എല്ലാം ഉണ്ടാക്കുള്ളൂ. ഞാൻ എല്ലാം അടുപ്പിച്ച് കൊടുത്താലും അമ്മച്ചിയെല്ലാം വെക്കുള്ളൂ. അപ്പൊ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണെന്ന് വിചാരിച്ചങ്ങനെ അതങ്ങനെ വെച്ച് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇനി ഇപ്പൊ അടുത്ത അവര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഗൈസ്. അപ്പൊ അവര് വന്നിട്ട് വേണം ഇനി ഭക്ഷണം കഴിക്കാനും പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആരൊക്കെയാണ് വന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ. പിന്നെ നമ്മള് ഇതുവരെ അവര് വിളിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് വന്നിട്ടുള്ള ഒരാളെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിളിക്കണത്. അവര് ഫാമിലി വന്നിട്ടില്ല, അത് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനി അവരെ വെയിറ്റ് ചെയ്തിരിക്കണം ഞങ്ങൾക്ക്. നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ വലിയ രീതിയിലുള്ള അല്ലെ ആഘോഷമൊന്നുമല്ല. പപ്പക്ക് കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ മേടിച്ചു. അതൊക്കെ രാത്രി ആകുമ്പോഴാണ് നമ്മൾ ഇനി അവര് വന്ന് പോയി കഴിഞ്ഞിട്ട് രാത്രിയാണ് പൊട്ടിക്കോള്. ബിരിയാണിക്കുള്ളത് ഫൈനൽ സ്റ്റേജിലേക്ക് അമ്മച്ച് കുറച്ച് പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറിൽ. ബിരിയാണിയൊക്കെ ഇട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഇനി ഇവിടെ ഏത് അതുണ്ടത് ഇവിടെ ഉണ്ടത് ക്യാഷിനിട്ട് സവാള വറുത്തത് അതായത് ഓരോന്നൊക്കെ നമ്മളെടുത്ത് തിന്നിയടക്ക്. അപ്പൊ അമ്മച്ചി കണ്ട ബിരിയാണി ഉണ്ടാക്കണ ആള്. അമ്മച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അമ്മച്ചി കുളിച്ച് റെഡി ആവണം. അപ്പൊ ക്രിസ്മസ് ഇന്നലെ കൈ പൊള്ളിയാ ഇതിൽ ചൂടുണ്ടെന്നുണ്ട് കൈ. അപ്പൊ അതിൽ കണ്ടത് അമ്മച്ചി ഇങ്ങനെ ഇടാൻ പോണത് നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടമാണ്. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണത് ഞങ്ങള്. അതന്നെ അവർക്കും കൂടി ചേർത്തിട്ടണ്ട. അപ്പൊ അവരെ ഞങ്ങൾ വരുമ്പോ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അതേ കണ്ട ഓൾറെഡി കശുവണ്ടി ആയി. കശുവണ്ടി ഇന്നുള്ള കശുവണ്ടിയൊക്കെ പറക്കി തിന്നുള്ളൂ ചെയ്യാൻ. എനിക്ക് അല്ലെങ്കിൽ ബിരിയാണി ഇങ്ങനെ കശുവണ്ടി മുതിരക്കുള്ള ഭയങ്കര ഇഷ്ടമുണ്ടാകും. കാരണം അത്രേ ഉള്ളൂ. അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ബീഫ് വെക്കാൻ പോകട്ടെ. ബീഫ് വിന്താലും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അലുവ കഷ്ണം പോലെ മുറിച്ചങ്ങോട്ട് കഷ്ണം പോലെ ഇങ്ങനെ കറക്റ്റ്. അതേപോലെ ചിക്കൻ ചിക്കൻ അതേപോലെ തന്നെ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ഉണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് അമ്മച്ചി വെക്കോളൂ. അപ്പൊ എന്നാലാണ് അത് ചീത്തയാവാതെ കുറച്ച് അല്ലേ അമ്മച്ചി? ചീത്തയാവൂല്ല. നമ്മള് അമ്മക്ക് ഇട്ടാ പെട്ടെന്ന് ചീത്തയാവില്ല. അമ്മ ഞങ്ങൾക്ക് 2 ദിവസം വരെ കിട്ടും ബിരിയാണി. പല്ലിന്റെ ഇടയിൽ ഇതിന്റെ ഒപ്പം വിന്താലും കൂടി ഉണ്ടാക്കാനുണ്ട്. ബീഫ് വിന്താലു. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയണത് എനിക്കറിയില്ല. അറിയാവുന്ന കമന്റ് അത് മപ്പാസ് എന്നിട്ട് മമ്മി പറയണത്. നമ്മുടെ ഇവിടെ വിന്താലു എന്നല്ലേ അമ്മച്ചി പറയണ? ബീഫ് വിന്താലു ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ കുറച്ച് എന്തായാലും അങ്ങാടും കൊണ്ടുപോട്ടെ, തൃശ്ശൂരിലേക്കും കൊണ്ടുപോകും. ഇത് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മതി ചോറ് തിന്ന അത്ര ടേസ്റ്റ്. കണ്ട ഇത് കണ്ട അലുവ കഷ്ണം പോലെ ഇറച്ചിരിക്കണത് അത്ര ഉണ്ടാവട്ടോ. ഒരാൾക്കൊരെണ്ണം മതി. അപ്പതേ അമ്മച്ച അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലിട്ട് പോണേ. അപ്പതേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഒരു കോമണെ
ആഘോഷിക്കാൻ പോണല്ലേ ക്രിസ്മസ്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. വൈകുന്നേരം പോണെങ്കിൽ കമ്പിത്തിരി ഇവിടെ പോയി കുറച്ചിട്ടൊക്കെ പോയായിരുന്നു. അപ്പൊ അവര് വന്നത് അവരിത് ഇറങ്ങാൻ വേണ്ടി പോണേണ്ടത്. ഇനിയിപ്പ ഒരു ഗസ്റ്റും കൂടി വരാനുണ്ട് അല്ലെ? ഒരു ഗസ്റ്റും കൂടി വരാനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ വേണ്ടി. അടുത്ത സെറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരായിട്ടാണ് എത്തിയത്. അടുത്ത സെറ്റ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ ചേട്ടാ കൂടെ കോച്ച് ചെയ്യിക്കണ കിച്ചുകൊച്ചും ഫാമിലിയാണ് വന്നേക്കണ കേട്ടാ. ഇവിടെ കിച്ചിച്ചേർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കിച്ചിച്ചേർന്ന് നമ്മുടെ കോച്ചിങ്ങിന്റെ എന്റെ കൂടെ ഉള്ളതാണ്. പഴയ പ്ലെയറാണ്. മുണ്ട കൂടെ നിൽക്കണുണ്ട്. ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. എല്ലാരും ഭക്ഷണം കഴിക്കണുണ്ട. ഇതാ വേടാ, ഇത് നമ്മുടെ കിച്ചിച്ചേർന്റെ ഇയറിലെ മോനാട്ടാ. അവന് ഓടി നടക്കണം. വന്നപ്പോ തൊട്ട് പുൽക്കൂട് സെറ്റിലാണ് ഫുൾ ടൈം. അപ്പൊ നമ്മുടെ കിച്ചിച്ചേർന്നൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണേട്ടോ. ദൂരെ വന്ന് ദേ ഇവിടെ വന്ന് ആൾക്കാർ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും. അവന്മാർ രണ്ടുപേരും രണ്ടുപേരും ഭയങ്കര കളിയാണ്. തന്റെ പേരെന്താണ്? പേര് പറ. പറ. മൊത്തത്തിൽ കളിയാണ്ട് രണ്ടുപേരും കൊടുക്കണത്. ഇപ്പൊ രണ്ടുപേരും കൂടി ഫോട്ടോ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോണിട്ട് ഇവിടുന്നിട്ട് കൊച്ചിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ കിച്ചിച്ചേർന്നാണ് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട. ഒരു ഫുൾ കൂർ സെറ്റിന്റെ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കണേ. വൈകുന്നേരമായിട്ടാ ഞങ്ങൾ ഇതേ ഇവിടെ അതെ പപ്പയുടെ ഇനി കരിമരുന്ന് പ്രയോഗം തുടങ്ങിയാണ് പപ്പ ഇവിടെ. ഞങ്ങളിവിടെ കുറെ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതേ പപ്പതേ കുറച്ച് മേടിച്ചുള്ളത്. പപ്പയാണ് ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കണ മെയിൻ ആള്. അയ്യോ, പപ്പ പടക്കം പൊട്ടിക്കലും പരിപാടിയൊക്കെ എടുത്ത് തുടങ്ങി. ഞങ്ങൾ വൈകുന്നേരം ഇനി ഇവിടെ കുറെ കമ്പിത്തിരി അതും ഇതുമൊക്കെ പൂത്തിരിയൊക്കെ ഉണ്ട് കേട്ടാ. ഓരോന്ന് അപ്പനെടുത്ത് ഇനി ഓരോ പണികൾ. അപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോ പപ്പയുടെ മെയിൻ പരിപാടികളാണ് ഇതൊക്കെ. അമ്മച്ചി ഇവിടെ ഇരിക്കുക. പപ്പയുടെ പുൽക്കൂട് നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു. കണ്ട നല്ല ഭംഗിയല്ലേ ഇപ്പൊ കാണാനായിട്ട്. ഒരുപാട് പേരുണ്ട് പപ്പക്ക്. രാജാക്കന്മാര് 4 പേരുണ്ട്. ആട്ടിടയന്മാരും 4 പേരാണ് പപ്പക്ക് ഇവിടെ. 2 സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചേക്കണം. അതൊക്കെ അതെ. അപ്പൊ പപ്പയുടെ പടക്കം പൊട്ടിക്കലും പരിപാടി. അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്ത് തൊട്ട് അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങിട്ടെ. എന്തെന്നാ പൊട്ടിച്ചത്? അമ്പലത്തിലുള്ളവര് മേടിച്ചു പോയി തോന്നുന്നു പപ്പ പൊട്ടി. ചന്ദനത്തിരി ഇല്ലേ അത് കത്തിച്ചിട്ട് എന്താ ചക്കയുടെ തിരിയാണ്ടോ അതിങ്ങനെ കത്തിച്ചിരിക്കണം. ചന്ദനത്തിരി അല്ല, ചക്കത്തിരിയാണോ അത്? അപ്പൊ ഇനി എന്താണ് പൂത്തിരി കത്തിക്കാൻ. പൂത്തിരി വേറെ എന്തൊക്കെ പറയും ആൾക്കാര്. മേശപ്പൂ, മത്താപ്പൂ അങ്ങനെയൊക്കെ പറയും. അടിപൊളി. ഇത് നമ്മുടെ വീട്, ഇത് നമ്മുടെ വീടിന്റെ അടുത്ത ഒരു വീട്ടില് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്താണ്ടൊക്കെ പപ്പ ചെയ്യുന്നുണ്ട്. അത് മറ്റേ ഇത് ചക്കയുടെ തിരി കത്തിക്കണ്ട. അതിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയാണ് പപ്പ ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ അടുത്തുള്ള വീടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടാണ്. അപ്പൊ ഇവിടെ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇനി അവിടെ നിന്ന് ഞങ്ങൾ ഇനി കുറച്ചെടുത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് പൊട്ടിച്ചോണ്ടേ ഇരിക്കോട്ടാ. അടിപൊളി. ചിരി നോക്കാൻ പറ്റും. കുഞ്ഞു പിള്ളേരൊക്കെ ചിരിക്കൂലേ സന്തോഷം കൊണ്ട്. അരെ സോണിയ ആവോന്ന് പപ്പ. ഏതിന്? ഇതാ ഒരെണ്ണം കൊടുത്ത അതിന്റെ പുറകെ അടുത്ത കൊടുക്കാൻ വിരീശ. ഇതേ പപ്പ അടുത്ത കൊടുക്കാൻ വേണ്ടി 2 കൂടി ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി കഴിച്ചു വരി. അത് ഒരെണ്ണം കത്തി തീർന്ന അടുപ്പം തന്നെ അടുത്ത കൊടുക്കണമെന്നുള്ള പപ്പയുടെ കൺസെപ്റ്റ്. ഓ മേത്തോട്ട് വേണ്ടാ. ഇതേ കണ്ടില്ലേ? അതാകുമ്പോ നല്ല ഭംഗിയായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി പോണേണ്. അതൊന്നും പപ്പ വിഷയമല്ല. നല്ല ഭംഗിയാണ് കാണാനല്ലേ അല്ലേ? അടിപൊളിയല്ലേ?
ഇപ്പൊ ഞങ്ങളുടെ പടക്കം പൊട്ടിക്കലൊക്കെ ഏകദേശം ഒക്കെ തീർന്നു. ഇനി കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. അതായത് പപ്പ ഇനിയുള്ളത് കുറച്ച് എടുത്തു വെച്ചേക്കണം കാക്കേനെ ഓടിക്കാനൊക്കെ ആയിട്ട്. കാക്കൊക്കെ വെച്ചേക്കണേ ഇനി കുറച്ച്. എന്നുവെച്ചാൽ ഇവിടെ ഭയങ്കര ശല്യമാണ്. അപ്പൊ അത് കാരണം അതായത് ഇവിടെ നമ്മുടെ പട്ടീനെയും പൂച്ചേനെയൊക്കെ വന്നിട്ട് തലക്കിട്ട് കൊത്തലും പരിപാടിയാണ് കാക്കയുടെ മെയിൻ പരിപാടി. ഇനിയുള്ള ഇനി ഇവിടെ ഇന്നത്തെ ദിവസം എന്തായാലും കൊതുക് ഉണ്ടാവൂല, പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടത് ചക്ക ഉണ്ടായി. ചക്ക ഉണ്ടോ? ചക്കയൊക്കെ ഉണ്ടായി വന്നിട്ട് അപ്പുറം പുറയിലെ പ്ലാവിലും ഉണ്ട്. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, ചക്കയൊക്കെ ഉണ്ടായി വന്നിട്ട്. ചക്ക വറക്കാട്ടാവും ഈ പ്രാവശ്യം. അന്നത്തെ പോലെ ചരുവത്തിൽ വറുത്ത് നിറച്ച് വെക്കണം. അമ്മച്ചി ഇതെല്ലാം കണ്ടുകൂടി ഇരിക്കണം കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു അപ്പന്റെ പ്രോഗ്രാം? കരിമരുന്ന് പ്രയോഗം എനിക്ക് പേടിയാണ്. അപ്പൊ നമ്മുടെ ഇന്ന് ക്രിസ്മസ് ആഘോഷം ചെയ്തതിൽ ഇത്രയൊക്കെ തന്നെയുള്ള അല്ലടാ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും